വെൽക്കം ബാക്ക്, ഷെബിയാണ്. അപ്പം ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച. ഞാനും മുത്തും കൂടി ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു ലീവ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇന്ന് കരുവാരക്കുണ്ട് പോവാണ്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിനി കൂത്തരണ്ട പിന്നെ വടിയാക്കിയാണ്ട് ഓനൊടുക്കവും പോയി. എന്തോ പരിപാടി ഉണ്ടാണോ ഞാൻ പോയിക്കണ്ട് ഇത്രയും നേരം വെക്കി. ഇപ്പം ഏകദേശം 11-11:30 കഴിഞ്ഞ് തിരിച്ചു വരുന്ന കണക്ക് പറയേണ്ടി വരില്ല. പിന്നെ ഇവിടെ നിന്ന് നല്ലൊരു പരിപാടി ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നെല്ലിക്കുത്താണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു പരിപാടി എടുക്കാൻ പോവാണ്. അതായത് ഇന്ന് എന്താ അതിൻ്റെ പേര്, UDF ഒരു പരിപാടി എടുക്കുന്നുണ്ട് ഇവിടെ. നല്ല പാട്ടും ഇതൊക്കെ ഉണ്ട്. നല്ല റോഡ് ഷോ ഇവിടെ അടിപൊളിയായിട്ട് എടുക്കാൻ പോവാണ് വൈകുന്നേരം രാത്രി. അപ്പം ഇനി നേരെ കരുവാരക്കുണ്ട്. ഇതാണ് നെല്ലിക്കുത്ത്. ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് പരിപാടി ഇറക്കാൻ പോണത് രാത്രി. മോനെ മുടിഞ്ഞ ബ്ലോക്കെ കരിഞ്ഞു പറഞ്ഞ അങ്ങോട്ട്. എന്താ അതിന്റെ മുട്ട് പോണ്? അവിടെ എടുത്തു പൊട്ട 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 പൊട്ട. ഇവിടെ നമ്മളെ കൊമ്പനി കേട്ടോ പൊക്കെ. ഇതാ സുൽത്താൻ. ഈ സാധനമാണ് ഇന്ന് നെല്ലിക്കുത്ത് ഉണ്ടാക്കാൻ വരുന്നത്. അതവിടെ നിർത്താന്ന് എനിക്ക് നന്നായിട്ട് അറിയും. ആ ലോറിയാണ്, ആ വണ്ടിയാണ് ഇന്ന് നെല്ലിക്കുത്ത് നിന്നുകൊണ്ട് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. നമുക്കേ പെട്രോൾ അടിക്കാം. നമ്മൾ പാണ്ടിക്കാടെത്തി. ഇന്ത്യൻ ഓയിലിന് അടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. രണ്ട് പുള്ളിയുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ കയറ്റി ഇവിടുന്ന് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇനി ബാക്കി നമ്മൾ യാത്ര ഇവിടുന്ന് തുടർന്ന് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ കുറെ നുണ പറഞ്ഞപ്പോ ഇപ്പൊ 1 കിലോമീറ്റർ കഴിഞ്ഞു പോകും. 2 കിലോമീറ്റർ ആവാനായി. അറിഞ്ഞെന്തേലും 2 കിലോമീറ്റർ ഇപ്പൊ കറക്റ്റ് ആയി. എനിക്കൊരു കാര്യം അറിയാം, നമ്മളിപ്പോ ഒരു അഗാധമായ കാട്ടിലൂടെയാണ് ഇപ്പൊ പോണത്. കാടിന്റെ ഉള്ളിലൂടെ പോകുന്നു. വെറുതെ അറിയാട്ടെ, അതൊക്കെ ഇതിലെ മെയിൻ റോഡാണിത്. ഇതിലൊക്കെ ബസ് പോണതാ. കരുവാരക്കുണ്ടിക്ക് മെയിൻ ആയിട്ട് പോണ റൂട്ടാണിത്. ഇവിടുന്ന് ഓർന്നോ ആയിട്ടാണ് എന്റെ പുതിയ റോഡ് കടിച്ചാടെ. എന്റെ മോനെ എന്താ റോഡ് അറിയോ. ഞാൻ കുറെ മുന്നേ പോയത്. ഇപ്പത്തെ അവസ്ഥ എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും നല്ല അടിപൊളി റോഡിങ് ഇവിടെ. മിക്കവാറും ഈ ഒരു റൂട്ട് കഴിഞ്ഞാൽ വരേക്ക് എത്തുമ്പോൾ വണ്ടി ഒന്ന് ഷോറൂമിൽ കയറ്റേണ്ടി വരും. അത്ര നല്ല റോഡാണ് ഇവിടെ. തുവൂരെത്തി നമ്മള്. കരുവാരക്കുണ്ട് എത്തണേന്റെ ചെറിയൊരു ജംഗ്ഷനാണ് തുവൂര് കഴിഞ്ഞു. എന്താ ഇങ്ങനെ പോണേ? ഫസ്റ്റ് അവഞ്ചേഴ്സിന്റെ അതിലിപ്പോ അൽഹംദുലില്ലാ അറിയണ്ടല്ലോ. കരുവാരക്കുണ്ടെത്തി നമ്മള്. ഇവിടുന്ന് ഇനി കുറച്ച് കിലോമീറ്ററും കൂടി, ഏകദേശം ഞാൻ എത്ര അരമണിക്കൂറൊക്കെ യാത്ര ഉള്ളൂ ഞങ്ങട്ട്. അവിടെ കാണാൻ മല ഉണ്ടല്ലോ, നീ കണ്ടു അറിയില്ല. അത് പക്ഷിമാട്ടാണേ. അത് എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവിടെ ആകെ എന്താ പറയാ, കോട മൂടി ഇങ്ങനെ കിടക്കണം. അതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാത്തത്. ഏകദേശം അറുന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ. നമ്മള് കേരളക്കുണ്ട് വെള്ളച്ചാട്ടം, അതേമാതിരി ഇതിലിങ്ങോട്ട് പോണ ഈ ചെറിയ ചെറിയ പുഴകളൊക്കെ അതിലൊക്കെ ഒഴുകി പോണതും അവിടുന്ന് ഇങ്ങനെ വരുന്ന വെള്ളങ്ങളാണ്. കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിമനോഹരമായിട്ടുള്ള സിറ്റിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ചെറിയ ഓടിച്ചുകൊണ്ട് പോകുന്നത്. പൾബർ എന്നാണ് നമ്മുടെ ഡ്രൈവറിന്റെ പേര്. റോഡ് നമ്മളവിടെ കുറെ റോഡുണ്ട്.
ഇനി പറഞ്ഞ രസമൊന്നും ഉണ്ടാവില്ല. ഓരൊക്കെ പറഞ്ഞിട്ടുണ്ട് റോഡുകളാണ് ഇങ്ങോട്ട്. ഞാൻ കൊറേ മുന്നേ ഇതില് വന്നിട്ടുണ്ട്. അന്ന് പിന്നെ പാരിനി അന്ന് ഉണ്ണിയാ തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് മുത്തും ഇതൊക്കെ ലക്കിന് കിട്ടിയ ലീവ് ഉണ്ടെന്ന്. സാധാരണ എനിക്ക് ഒരു ഞായറാഴ്ച ലീവ് കിട്ടിയാ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് ലീവ് കിട്ടാറില്ല. റോഡ് ഷെയ്ക്കാണ്, പക്ഷെ എന്റെ വീഡിയോ ഷെയ്ക്ക് ഉണ്ടാവില്ല. അതാണ്ട് ഐഫോൺ. ഞാൻ പൊക്കല്ല കേട്ടോ. വലിയ മല അവിടെ കുറേ മുന്നേ വന്നത്. അപ്പുറത്തൊന്നും ഇതിൽ വന്നൊരു ചരിത്രമേ ഇല്ല. റോഡ് അന്നൊക്കെ ഒരേ മാതിരിയാണ്. ഇവിടെ ഒരു വീട് വെച്ചിട്ട് അവിടെ ഒരു വൈബ് സ്ഥലല്ലേ, ഫുൾ കാട്. ആ കാടിന്റെ നടുക്കായിട്ടൊരു വീട്. അതാട്ടെ ഞാൻ പറഞ്ഞത്. ആ മല പക്ഷിമഘട്ടാണ്. മല കണ്ടു. റോഡുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പോണമെന്നുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒക്കെ ഒരു പഴയ കാലത്തെ മാതിരി. എന്താ അറിയില്ല, ഇനി ഇവിടെ മൊത്തത്തിൽ അങ്ങനെയാണോ അതീ എനിക്കായിട്ട് അങ്ങനെ തോന്നുന്നതാണോ അറിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ കേരളക്കുണ്ട് വെള്ളച്ചാട്ടം. അങ്ങനെ കയറണ്ട, അങ്ങനെ കയറില്ല. ഇവിടെ നിർത്തിച്ചോ. അല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ എന്തൊക്കെയോ മാറ്റേണ്ടിരിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പ് സഫാരി ആയി. ഇപ്പൊ ഇവിടെ മൊത്തം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി റോഡായിന്ന് പറഞ്ഞേ. Continue on Manjalam Chola Road for 1.5 kilometers. ഭയങ്കര മോശം. ഇവിടെ ഇപ്പൊ ഇവിടെ ഒക്കെ റെഡി ആയി പറഞ്ഞേ. ഇവിടെ കുഴപ്പമില്ല. കുറച്ചടുത്ത് നമുക്ക് ആകെ റോഡ് കേടന്ന് കണ്ട് അങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെ ആയതാ. ഒക്കെ സർക്കാരിന്റെ സ്ഥലത്ത് പെട്ടത് ഇതൊക്കെ. വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ മെയിൻ പ്രശ്നം എന്താണ്, പാർക്കിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. പാർക്കിങ് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഇന്ന് പറയും വേണ്ടി വരിക. ഇപ്പൊ നല്ല ഉച്ചരി നട്ടുച്ചക്ക് നമ്മളല്ലാതെ അറിയില്ല. ഹോണടിച്ചങ്ങനെ പോവാ. അതിൽ ദിവസം വർത്താനല്ല എന്നാണ്. ഇങ്ങോട്ട് വന്നാ ഒന്നും ചെയ്യാനില്ല. അവിടെ നിൽക്കല്ലാതെ ദിവസം വർത്താനല്ല. ബൈക്കൊക്കെ എടുത്ത് തരികക്കാരും ഒന്നുകൂടി നല്ലത്. ഫസ്റ്റ് ഗിയർ ഇട്ട് ഇങ്ങനെ കയറുക. സെക്കൻഡ് ഗിയർ ഇടാൻ ടൈമൊന്നുമില്ല നമുക്ക്. ഓണർച്ച് പോയിക്കോ, വണ്ടി ഏത് നിമിഷം എപ്പോ വേണമെങ്കിലും വരാം എന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ആദ്യം ഭയങ്കര ഇത് കേട്ടോ. റോഡൊക്കെ ഭയങ്കര മോശം ഇവിടെ. പക്ഷെ അത് രസമുണ്ട് കേട്ടോ. അന്ന് ആ ജീപ്പ് സഫാരി ഇങ്ങനെ ലലയിൽ ഇങ്ങനെ പോകുമ്പോ, ആ ജീപ്പിലിരുന്ന് ഇങ്ങനെ പോകുമ്പോ അത് വേറെ ഫീൽ ചെയ്യും. ഇനി നമ്മൾ സ്ഥിരം കലാപരിപാടി കുറേ കഴിയുമ്പോൾ മൂപ്പരിപ്പം എന്താ അങ്ങനെ പറയാൻ കാരണമോ, ഇവിടെ റോഡൊക്കെ ഒന്ന് നിൽക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല അടിപൊളി റോഡല്ലേ. അയ്യോ പതുക്കെ എടുത്തോ. പോയേ കൂടെ പോണേ നല്ലതിനെക്കാട്ടിലും. ഇതെന്താ ഈ സൈഡ് കിട്ടോ. അതിന് കുറെ കാറുണ്ട് അവിടെ. കാണിക്കാൻ ഇറങ്ങി വീഡിയോ എടുത്തോ. വണ്ടി തന്നെ റോഡാണോ. എങ്ങനെ തിരിച്ചു വരിക. ഇവിടെയും കൂടി ആ താറിട്ടെന്നുണ്ടെങ്കിൽ എന്നാൽ സുഖമായിട്ട് ഇറങ്ങിപ്പോയിനി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ജീപ്പിലേക്ക് അതൊരു രസമുള്ള പരിപാടിയാണ്. ഇതിലെ പോകുന്നില്ല, പക്ഷെ അതുവരെ നോക്കും. അന്ന് ആരും ഇല്ല കേട്ടോ. അന്ന് വേറെ രസമുണ്ട്. അന്ന് ഞായറാഴ്ച അല്ല. ഞങ്ങൾ ഞായറാഴ്ച അല്ലാത്ത ദിവസം വന്നുകൊണ്ട് ഞങ്ങളെ വണ്ടി മാത്രമുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്
കുറേ ആൾക്കാരൊന്ന് കുളിച്ചാനും ഇതിനൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ഇപ്പം അതൊന്നല്ല ടെൻഷൻ. ഇനിയിപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കയറിക്കണ്ടേ. ഇപ്പം ഞാൻ അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ശരിക്കും ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇതിലേറൊക്കെ വെള്ളം കരുതി. ഞാൻ കുറേ ആൾക്കാരോട് കുളിച്ചിന് കുറേ ആൾക്കാരുണ്ടല്ലേ. ഇഷ്ടംപോലെ ആളുകളുണ്ട്. കുറേ ആൾക്കാരുണ്ട്. ഇതുള്ളൂ. അതിലുകൊണ്ട് മേലേക്ക് കുറച്ചിങ്ങനെ കയറി പോലെ നമുക്ക് കയറി അങ്ങനെ പോലെ ഒരു പ്രത്യേക തരല്ലേ ഇവിടുത്തെ കല്ലൊക്കെ. കണ്ടിങ്ങനെ ഉരുണ്ട സൈസ് കല്ല്. ഇതെനിക്ക് അറിയല്ലേ ചാടണ്ട നീ. ആ തള്ളിട്ടാളന്നെ. ഞങ്ങോട്ട് കയറുക പോയിക്കോ. ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു കുറച്ച് തിരക്കുണ്ടെന്ന്. റെസ്ട്രിക്ഷനൊക്കെ ഇത് അവിടെ എഴുതി വെച്ചിന്. നമ്മൾ മുണ്ടെടുക്കാത്തതുകൊണ്ട് ഇനി ചാട്ടൊന്നും നടക്കില്ലല്ലോ. അതിൻ്റെ ചാടാൻ ഇന്ന് പറ്റണില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാത്രമല്ലല്ലോ. എന്താ എന്താ അടുത്ത റെഡി പോവാ വേറെ എങ്ങോട്ടെങ്കിലും പോവാ. മടുത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി വന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ. ഒരു രസമല്ലാതായി. ഒരു സ്ഥലത്തുമ്പോൾ നമ്മൾ മാത്രമാണ്. അതാണ് അതിൻ്റെ രസം. ഞങ്ങൾ ആദ്യം വന്ന് നിറച്ച് 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓരോന്നും കാണാനില്ല. നടന്ന് കയറുക. ആ മലയിൽ കയറിയാലോ. ഈ മല കയറിണ്ട് നമ്മൾ വണ്ടി തവിടെയും കയറൂലേ. അവിടുന്ന് അങ്ങോട്ട് നടന്ന് വന്നപ്പോൾ മതിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറണ്ടേ. പതുക്കെ കയറ്റിയാൽ മതിയേ. അടുപ്പിച്ചെടുത്തോണ്ടേ. ഒരു താഴത്തുനിന്ന് പറഞ്ഞ ഫുള്ള് കോൺക്രീറ്റ് കിട്ടണം. ഉഷാറാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അന്തം വിടുന്നത്. ഇത്ര നല്ല കോൺക്രീറ്റിൽ ഞാൻ കരുതിയില്ലേ. ഇനി മോനെ എൻ്റെ വണ്ടിൻ്റെ ടയറ് ടയറോടെ ഇത് കഴിഞ്ഞു ഓഫ് റോഡ്. അപ്പൊ ഇത്ര വലിയ ഓഫ് റോഡ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇങ്ങോട്ട് പറഞ്ഞാല് നമ്മളെ ഫസ്റ്റ് കാണില്ലേ, കുറെ ദൂരം ഉണ്ട്. ഇതും ഇതുവരെ കോൺക്രീറ്റ് ഇട്ടിക്കണേ. എന്താ ആ കാണുന്നത് വരെ. അവിടുന്ന് ഇങ്ങോട്ട് മൊത്തം ഫുള്ള് കട്ടറിഞ്ഞിട്ടുള്ള റോഡാണ്. ഓഫ് റോഡ് എന്ന് പറയാം. ഈ വണ്ടി കൊണ്ടുവരുമ്പോഴൊക്കെ സെഡാണ് പോലത്തെ വണ്ടി കൊണ്ടുവരുമ്പോഴൊക്കെ ശ്രദ്ധിക്കും. പതുക്കെ കയറ്റണേ. ഓക്കെ യെസ്. അല്ലെങ്കിൽ പണ്ട് കിട്ടും. ഇനി ഹോൺ അടിച്ച് ഇങ്ങനെ പോയിക്കോ. ഞാനിട്ടോ അല്ലേ എ സിയിലിടാൻ പറ്റത്തുള്ളൂ. കാറിൽ പോകുമ്പോൾ ഒരു മുട്ടായി പാക്കറ്റ് വേണ്ട നമുക്ക്. ഒന്നുമില്ലേ നമ്മൾ 10 റുപ്യേൻ്റെ മുട്ടായെങ്കിലും നമ്മൾ വാങ്ങും. ഇതൊക്കെയാണ് റോഡ് ഇട്ടത്. വണ്ടിയിലുണ്ട്. ചവിട്ടി കൊടുക്കാൻ റൈഡേഴ്സിൻ്റെ ഇഷ്ട സ്ഥലമാണ്. അവിടെ നിന്നോ അല്ല അതൊന്നും വേണ്ട. നമ്മൾ കയറ്റത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വേണം ആദ്യം നമ്മൾ ബഹുമാനിക്കാൻ. നമുക്കിവിടെ ഇറക്കത്തുനിന്ന് ചവിട്ടി അവിടെ നിൽക്കും ചിലത്. മറ്റങ്ങനെ കിട്ടണമെന്നില്ല. വലുത് ചിലപ്പോൾ ബാപ്പിൽ പോയി പണിയിട്ടും. സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഐഫോണൊക്കെ ഭയങ്കര ചൂട്. മറ്റേ തിരിപ്പെട്ടി വെച്ചാൽ മതി. സംഭവം കാണാൻ ഭയങ്കര രസം കേട്ടോ. എല്ലാം നോക്കുകയാണെങ്കിൽ കുന്നും മലകളും മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള റോഡ്. പക്ഷേ നല്ല കയറ്റമുണ്ട്,
റോഡ് കുഴപ്പമില്ല, ഇവിടെ നിന്നൊക്കെ ഓക്കേനി. അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് പണി വരിക. ബൈക്കിലൊക്കെ പോകാനോ എന്നൊക്കെ രസമാണ്. ഇതെടുക്കത് അവൻ്റെ 4 വീലർ എനിക്ക് ഓടിക്കാം. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴാട്ടോ നെറ്റ് കണക്ട് ആയത്. മെസ്സേജ് ഇത് തേനീച്ച കൃഷി ഇത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു റബ്ബർ തോട്ടത്തിലും ഉണ്ട്. ഇനി അപ്പം അത് കിടക്കണേ. എനിക്ക് ആ കാക്കാനൊന്ന് കാണണം. നമ്മൾ വെറുതെ പറഞ്ഞ് പറ്റിച്ചുണ്ട്. ആകെ പറഞ്ഞൊക്കെ ശരിയാണ്. അതുവരെ കോൺക്രീറ്റ് കിട്ടണം. അവിടെ കുറച്ച് സ്ഥലം ഒന്ന് കല്ലുണ്ട് എന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ദൂസറപ്പച്ചനം നെയ്യ് അവൻ ഞാൻ മലൻ്റെ അതിലൊക്കെയാണ് അവൻ ചെയ്യുന്നത്. അതിലൊക്കെ പോയെങ്ങനെ ഉണ്ടാവോ? ഫൈനലി നമ്മൾ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എത്തിയില്ല. ഒരു സമാധാനം. Next left toward Manjalam Chola Road, then make a U-turn. ഇനി ഊട്ടാണ് കൊടുക്കൂട്. ഇവിടേക്കല്ല, ഇനി കരുവാരക്കുണ്ട്. ഹോണടിച്ച് പോക്കോ. വല്ലാതെ റിട്ടേൺ വരലുണ്ട് വണ്ടികൾ. നമ്മള് അങ്ങോട്ട് പോയപ്പോ ഇങ്ങോട്ടൊരു വണ്ടി വന്നു. സമ്മതിക്കണട്ടോ അവിടെ നെറ്റ് തീരല്ല. എന്നിട്ട് ഒരു നിൽക്കണല്ലോ അവിടെ. നമുക്ക് ഒരു നേരത്തിന് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറ്. ഇപ്പൊ നീ ഓരോക്കെ കാര്യം പറയണമെങ്കിൽ സമ്മതിക്കണം കേട്ടോ, സമ്മതിക്കണം. കോഴി ഫാമ ഉണ്ട് കേട്ടോ അവിടെ. താഴത്തുണ്ട്. പോയിക്കോട്ടെ, പോയിക്കളമായി പോകാലോ. ഇതിന് പോയി ആവട്ടെ. നെറ്റില്ലാത്തോണ്ട് ഭയങ്കര പണിയാട്ടോടെ. ഗൂഗിൾ പേ വെച്ചേണ്ട അങ്ങോട്ട് പൈസയും കൊണ്ട് കയറേണ്ട ടിക്കറ്റ് എടുക്കാന്ന് ഊരി തന്നെ വിചാരിച്ചിട്ടുണ്ട. കിട്ടൂല കേട്ടോ അവിടെ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി മതിയാണ്ട്, അല്ലെങ്കിൽ പോക്കൊക്കെ വെറുതെ ആവും. ഒരു ഹൈ റൈഡർ ബാക്കിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ താഴ്ട്ടൊക്കെ മുമ്പ് മാത്രം വെച്ചിട്ട് പോയിക്കണം. എന്താ നിങ്ങൾ പെട്ടാക്ക, നിങ്ങൾ പെട്ടു. വല്ലാത്ത റോഡിലെ ഒരു രസമുണ്ട്, ഒരു പ്രത്യേക രസമുണ്ട് ഇവിടെ. കുറേ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് ചൂട് കുറേ കുറയും ഇവിടെ. അങ്ങോട്ടായപ്പോ ഇത്ര വലിയ കുത്തിവെൽക്കൊന്നുമില്ലല്ലോ അവിടെ. ഇതിപ്പോ എവിടെ നിന്നേ? അയ്യോ വല്ലാത്ത രസം. ഇത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവന്ന് വണ്ടിന്ന് കയറ്റെടുത്തണം. വെള്ളത്തുകൂടെ ഇറങ്ങി പോകണം, അങ്ങനത്തെ പരിപാടിയൊക്കെ വണ്ടിന്. നമ്മൾ മാമലക്കണ്ടൊക്കെ പോകണ അതിരി മറ്റേ റോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് എന്നിട്ട് നമ്മൾ തോട്ടിൽ കൂടെ വണ്ടിയും കൊണ്ടാണ് പോവുക. ആകുമ്പോൾ അണ്ടർ വാഷിങ് അങ്ങനെ പെട്ടെന്ന് കഴിയും. താഴത്ത് കേൾക്കാനൊക്കെ അങ്ങനെ കഴിയും. പിന്നെ നമുക്ക് മേലെ ഒക്കെ മതിയല്ലോ. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതായത് വലിയ വീടിലെ ആൾക്കാരെ മുറ്റത്തൊക്കെ ഉണ്ടാവും ഒരാൾട്ടോ അല്ലെങ്കിൽ 800 അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും.
എന്നാൽ ചെറിയ വീടില്ല ആളുകൾ മുറ്റത്തുണ്ടാവും, ചിലപ്പോൾ ഹയർ റൈഡറേക്കാരും, അല്ലെങ്കിൽ ഇന്നോവ ഉണ്ടാവും, അല്ലെങ്കിൽ ജീപ്പൊക്കെ നിർത്തിച്ചിട്ടുണ്ടാവും. അതിൽ വല്ലാത്ത ഇതല്ലേ. നമ്മൾ അങ്ങനെ മെയിൻ റോഡിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സുഖമല്ല റോഡാ, സുഖമായിട്ട് ഓടിച്ചോണ്ടിട്ട് നീ. നീ എവിടുന്ന വന്ന് തെച്ചാലേ? ഓ റബ്ബേ, നീ ഒരു സുഖമായിട്ട് കടന്നു തുടങ്ങിയത്.